ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. പാലക്കാടിൻ്റെ നഗരഭംഗിയും നാട്ടുഭംഗിയും ഒക്കെ ഇവിടെ നിറഞ്ഞ വഴികളിലൂടെയാണ് ഈ യാത്ര. നമ്മൾ ഇന്ന് നേരെ ചെല്ലാൻ പോകുന്നത് പാലക്കാടുള്ള കുത്തന്നൂർ ഗ്രാമപഞ്ചായത്തിലേക്കാണ്. ഇതാണ് നമ്മുടെ കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഇതാണ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. ഇവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. ഹാളിൽ പോയപ്പോൾ പിന്നെ പറയണ്ടല്ലോ, നോക്കി നോക്കൂ, മൊത്തം ഇന്നത്തെ വനിതാ രത്നങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലായി കാണുമല്ലോ. ഇന്ന് വനിതാ ദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത്. ഞാൻ ചെന്നപ്പോൾ അവിടെ ഉദ്ഘാടനം നടക്കുകയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം, പഞ്ചായത്തിലെ അംഗങ്ങൾ, അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരുപാട് ആളുകളുള്ള ഒരു പരിപാടിയായിരുന്നു. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താണെന്നറിയോ, ഇന്നത്തെ ദിവസം ഈ പഞ്ചായത്തിലെ ഒരുപാട് വനിതാ രത്നങ്ങളെ അവർ ആദരിക്കുന്നുണ്ടായിരുന്നു. മികച്ച സംരംഭകരെ, ഹരിതകർമ്മ സേനക്കാരെ. ആദരവിന് ശേഷം പിന്നെ എനിക്കുള്ള അവസരമായിരുന്നു കേട്ടോ ഈ വനിതാ ദിനത്തിൽ ഇത്രയും മഹിളാ രത്നങ്ങളോട് സംസാരിക്കാൻ. വലിയൊരു ഭാഗ്യമായിട്ടാണ് ഈ ഒരു വേദി ഞാൻ കണ്ടത്. സ്ത്രീ സുരക്ഷയും നിയമങ്ങളും ആയിരുന്നു ഇന്നത്തെ വിഷയം. നിയമങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. അങ്ങനെ ഉച്ചയോടെ അവരോട് യാത്ര പറഞ്ഞിറങ്ങി. ലുലുമാളും കടന്ന് നേരെ ഈ പോകുന്ന യാത്ര വനിതാ ദിനത്തിന്റെ രണ്ടാം ഘട്ടമായ കണ്ണാടി പഞ്ചായത്തിലേക്കാണ്. അവിടെ നിന്നും ഒരു അടിപൊളി ഉച്ചയോടിന് ശേഷം അവിടുത്തെ മഹിളാരത്നങ്ങളോടൊപ്പം. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ വിഷയമായിരുന്നു ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അതെ, സ്ത്രീകളും മാനസികാരോഗ്യവും. വേറിട്ട രസകരമായ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചു. അതിനുശേഷം അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി. ഇനി നേരെ നാട്ടിലേക്ക്. ഇതാണ് നാട്ടിലുള്ള ഗവൺമെൻറ് UP സ്കൂൾ. ഇവിടെയാണ് വനിതാ ദിനത്തിൻ്റെ 3ാം ഘട്ടം. മഹിളാ അസോസിയേഷൻ്റെ ഭാഗമായുള്ള വനിതാ ദിനാഘോഷം. സ്ത്രീകളും മാനസികാരോഗ്യവും എന്ന വിഷയം തന്നെയാണ് ഇവിടെയും ചർച്ച ചെയ്യപ്പെട്ടത്. അതിനുശേഷം പാട്ടും കളികളുമായി നിരവധി കലാപരിപാടികളും ഇവർ സംഘടിപ്പിച്ചിരുന്നു. വിവിധ പരിപാടികൾക്ക് ശേഷം ഭക്ഷണവും കഴിച്ച് പഞ്ചായത്തിൽ നിന്നും ഈ ബസ്സിൽ ഒരു കൊച്ചി യാത്ര. എങ്ങോട്ടാണെന്നല്ലേ? നേരെ കല്ലടിക്കോടുള്ള ബാല സിനിമാസിലേക്ക്. അതെ, ഇന്ന് വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരു സിനിമ കാണാനാണ് പ്ലാൻ. ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ എത്തി. സെക്കൻഡ് ഷോ കാണാനാണ് എത്തിയിട്ടുള്ളത്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. സിനിമ തുടങ്ങാനുള്ള കാത്തിരിപ്പിലായിരുന്നു എല്ലാവരും. ഏറ്റവും ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ചാക്കോച്ചൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയാണ് കണ്ടത്. ഒരു അടിപൊളി സിനിമ തന്നെയായിരുന്നു. എല്ലാവരും കാണേണ്ട സിനിമ തന്നെയാണ്. ശേഷം ഒരു 12 മണിയോടെ ഇനി വീട്ടിലേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു വനിതാ ദിനം. ഒരു വനിതാ ദിനത്തിൽ 3 വേദികളിലായി 400ഓളം വനിതാ രത്നങ്ങളോടൊപ്പം ആഘോഷിക്കുന്നതിലും വലിയ ഭാഗ്യമായി മറ്റെന്തുണ്ടല്ലേ. അപ്പോൾ